നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവനെ നീ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇവിടെ എവിടെയെങ്കിലും കണ്ടാൽ എന്നെ നീ വിവരം അറിയിക്കണം. ശരി. ഓക്കോ. ആ രാജ്യമ്മയോ? രാജ്യമ്മ എങ്ങോട്ടാ? അടിവാര സിറ്റിയിലൊന്ന് പോണം. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ട്. രാജ്യമ്മ ഒന്ന് നിന്നേ. വൈദ്യമുറിയിൽ ചികിത്സയ്ക്ക് ആളുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ദാ ഇവനെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ രാജ്യമ്മ? എന്താ കാര്യം? ഇവൻ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്. പേര് രോഹിത്. കളിയിക്കാവിളക്കടുത്ത സ്വദേശം. പക്ഷേ സ്വന്തമായിട്ടൊരു താവളമില്ല. ശരിക്കും ഒരു ഞരമ്പ് രോഗി. ഒരു 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാ ഇവന് നോട്ടം. പോലീസിന്റെ കണ്ണിൽപ്പെടാതെ പല കുറ്റകൃത്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. ഇരയായ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ നാണക്കേട് ഭയന്ന് ഒന്നും പോലീസിനോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ഇവരങ്ങ് മുങ്ങി. പിന്നെ പൊങ്ങുന്നത് പെരുമ്പാവൂർ കോതമംഗലം സൈഡിലാ. അവിടെയാണല്ലോ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ കുടുംബമായി താമസിക്കുന്നത്. അവർക്കാണെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരായി കയറി ചെല്ലാൻ പോലും പേടിയാ. കേസ് ചിലപ്പോ അവർക്കെതിരായെങ്കിലോ? അവിടെ ഇവൻ അങ്ങോട്ട് കയറി അഴിഞ്ഞാടി. എത്ര പെൺകുട്ടികളെയാ ചീത്തയാക്കിയെന്ന് ഇവന് പോലും അറിയില്ല. പരാതിക്കാരില്ലാതെ വന്നപ്പോ ഇവൻ കാര്യങ്ങൾ കുറച്ചുകൂടി അങ്ങ് കടുപ്പിച്ചു. ഒടുവിൽ 2-3 കൊച്ചുങ്ങളുടെ ശവം ആലുവാപ്പുഴയിൽ പൊങ്ങി. അങ്ങനെ ആരും പരാതിക്കാരില്ലാതെ തന്നെ ഇവന്റെ മേൽ പോലീസിന്റെ കണ്ണ് പതിഞ്ഞു. അതിനിടയിൽ മറ്റാരും അറിയാതെ ഇവൻ പഞ്ചകൈലാസത്തിലേക്ക് മുങ്ങി. പോലീസ് ടീം ഫോളോ ചെയ്ത് പിന്നാലെ വന്നു. രക്ഷപ്പെടാൻ അവൻ ചെകുത്താംപാറയിലേക്ക്, സൂയിസൈഡ് പോയിന്റിലേക്ക് ഓടിക്കയറി. പോലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ കാലുവഴുതി കൊക്കയിലേക്ക് വീണു. പക്ഷേ ഓടിയിട്ടിട്ടില്ല. ജീവനോടെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഈ അടിവാരം സെറ്റിൽമെന്റ് കോളനിയിൽ തന്നെയാവും എത്തിപ്പെട്ടിട്ടുണ്ടാവുക. ജീവനോടെ രക്ഷപ്പെട്ടാൽ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്കെല്ലാം ഭീഷണിയായിരിക്കും ഇവൻ. എന്താ രാജ്യമ്മ കണ്ടിട്ടുണ്ടോ ഇവനെ? ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പോ ബാലചന്ദ്രന് പകരം കിഡ്നാപ്പിംഗ് നടത്തി ഞാൻ നിന്നെ അങ്ങ് സഹായിച്ചേക്കാന്ന് കരുതി. നുണ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ നീ കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്തത്? പക്ഷേ ഞാൻ കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്തത് നീ നുണ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണടി. ശാലിനി, ഞാനതൊരു തമാശക്ക് പറഞ്ഞതാ. ശരിക്കും ഞാൻ കിഡ്നാപ്പിംഗ് ഒന്നും പ്ലാൻ ചെയ്തതല്ല. ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. നുണ പരിശോധനയ്ക്ക് ഞാൻ ഹാജരായിക്കോളാം. ഇപ്പൊ എന്നെ ഒന്ന് വെറുതെ വിടണം. അടങ്ങി നിന്ന് അവിടെ വിടാൻ പറ. നീ തമാശ പറഞ്ഞതാ അല്ലേ? അതെ ശാലിനി. എന്നാ ഞാനിപ്പോ ഒരു തമാശ കാണിക്കാൻ പോവാ. എന്നെ വിട്ടു അല്ലേ?
വിടാനോ? പേടിച്ച് കെട്ടിനടി ഇവളെ. ഇങ്ങോട്ട് വാടി. അവിടെ നിൽക്ക്. നിങ്ങൾ എന്തിനാ മര്യാദയ്ക്ക് കാണിക്കുന്നെ? ഇവിടെ. ഞാൻ അവിടെ. വാ ഇങ്ങോട്ട്. അവിടെ ഇരിക്കടി അവിടെ. ഇരിക്കാതിരിക്കടി അവിടെ. ഇരിക്ക്. ഇരിക്കാനാ പറഞ്ഞത്. അണ്ടങ്ങി ഇരിക്കടി അവിടെ. മര്യാദക്ക് ഇരിക്കടി ഇവിടെ. വിടാൻ. ഇടിച്ചതിന്റെ കോമ കലക്ക് ഞാൻ. ഓവക്കടെ ഒരു ചോട്ടം. നിന്നെ ഇവിടെ ഇരുത്തിയേ വെച്ചാരാധന നടത്താൻ പോവാ ഞങ്ങള്. എന്റെ കൈ വേദനിക്കുന്നു. വിട്. ശാലിനി ഒന്ന് പറ. കെട്ടല്ലേ? പിന്നെ നിന്നെ സൂയിപ്പിക്കാനാണല്ലോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. നന്നായിട്ട് കെട്ടിക്കോ. ഇരിക്കടി അവിടെ. വിട്. ശാലിനി. റിസോർട്ടിൽ നിനക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ വേണോന്ന് പറഞ്ഞില്ലായിരുന്നോ? തൽക്കാലം ഇവിടെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ശാലിനി, ദിസ് ഇസ് ചീറ്റിംഗ്. ചതിയായത്. ചതിയോ? എടി, നിന്നെക്കാൾ വലിയ ചതി ആരടി ചെയ്യുന്നേ? എടി, സത്യം ജയിക്കാൻ വേണ്ടി ഒരു അല്പം വളഞ്ഞ വഴിയൊക്കെ ആകാം. അതില് തെറ്റില്ലെന്നാ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. നിന്റെ വിധി അടുത്ത് സുസ്മിതേ. ശാലിനി. ഡി, തൽക്കാലം നീ ഇതൊക്കെ ഒരു ട്രെയിനിങ് ആയിട്ട് എടുത്താ മതി. ഈ ഗോഡൌണിൽ നിന്ന് നേരെ നീ നുണ പരിശോധനയ്ക്കാ പോകുന്നത്. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ, പിന്നെ സബ് ജയില്, പിന്നെ സെൻട്രൽ ജയില്. നിന്റെ വേൾഡ് ടൂറിന്റെ റോഡ് മാപ്പേ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഗുഡ് ബൈ, ശുഭയാത്ര, സുഖനിദ്ര. ഇവരൊക്കെ മാറി മാറി ഉണ്ടാവും നിന്റെ കമ്പനിക്ക്. എനിക്ക് തൽക്കാലം വേറെ കുറച്ച് ജോലിയുണ്ട്. You cheat? താങ്ക് യു ലേഡി ഡെവിൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, നിന്റെ അനിയത്തി ഇവിടെ? അവള് ക്ഷേത്രത്തിൽ പോയിരിക്കും. എനിക്ക് വേണ്ടിയുള്ള ഒരുപാട് വഴിപാടുകൾ കാണും. എന്നാ വൈകിട്ട് കാണാം. ദിനേശൻ അങ്കിളിനോട് രാജുവിനോടും ന്യൂ ഇയർ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ പറയുന്നുണ്ട്. ബൈ സഞ്ജു. ബൈ, സീ യു. പിന്നെ ആവട്ടെ. എന്താ ഒരു ആലോചന? വാ, വന്ന് ഭക്ഷണം കഴിക്കേ. മമ്മി വന്നില്ലേ? ഇല്ല, മമ്മി മുത്തശ്ശി തേടി പോയിരിക്കുക. ഒരു കണക്കിന് സങ്കടം തന്നെയാ മമ്മിയുടെ കാര്യം. മമ്മി ഒരു വശത്ത് സ്വന്തം അമ്മയെ തേടുന്നു, മറുവശത്ത് സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം തകർത്ത് കളയാൻ നടക്കുന്നു. മോളുടെ മുത്തശ്ശിയെ കണ്ടെത്താൻ മമ്മിക്ക് കഴിഞ്ഞ മംഗലശ്ശേരിക്കാരോടുള്ള പക കുറച്ചൊക്കെ അടങ്ങും. ഇനി മുത്തശ്ശി ജീവനോടെ ഇല്ലെന്ന വ്യക്തമായ വിവരം കിട്ടിയാൽ പക കൂടുകയും ചെയ്യും. സഞ്ജുവിന്റെ ബന്ധുക്കളെ ഇല്ലാതാക്കിയിട്ട് മമ്മി എനിക്ക് സഞ്ജുവിനെ നേടിത്തന്ന എന്റെ ജീവിത മല്ലികാന്റി എനിക്ക് കിട്ടാൻ പോകുന്നത്. സഞ്ജു ഇതൊക്കെ അറിയില്ലേ? അത് മോളുടെ മമ്മിക്ക് നിങ്ങൾ ഒന്നിപ്പിക്കാൻ ഒരു മനസ്സ് തോന്നിയത് തന്നെ വലിയൊരു കാര്യമല്ലേ? പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ച ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് സ്വാതി സ്വമനസാലെ സഞ്ജുവിനെ എനിക്ക് വിട്ടുതരും. ഓരോ നിമിഷം തള്ളി നീക്കുന്തോറും അവൾ ആ സത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക.
സഞ്ജുവിനും അത് അംഗീകരിക്കേണ്ടതായി വരും. ഈ സാഹചര്യം ആരുണ്ടാക്കിയെന്ന് മോള് മറക്കണ്ട. സ്വാതിക്ക് ഈ അവസ്ഥ വന്നില്ലെങ്കിൽ ഹൃദയം തകർന്ന് മോൾക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നേനെ. ഈ സമയം സഞ്ജുവിന്റെയും സ്വാതിയുടെയും വിവാഹാഘോഷങ്ങൾ നടന്നേനെ. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നേടിത്തരുന്നതിലല്ല, അതെങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നല്ലേ നോക്കിക്കാണേണ്ടത്. ഇനി മമ്മിയുടെ ഒരിടപെടലും ഇല്ലെങ്കിലും എനിക്ക് സഞ്ജുവിന്റെ ജീവിതത്തിൽ പ്രവേശിക്കാനാവും. ഇനി മോൾക്ക് മമ്മിയുടെ ആവശ്യം വേണ്ടെന്നാണോ? ആരാണെന്ന സത്യം വെളിപ്പെടുത്താതെ മമ്മി ഇവിടുന്ന് മടങ്ങി പോകുന്നതാണ് എനിക്ക് ഗുണകരമാവുന്നത്. മോളെ, അത് മമ്മിയെ ഒഴിവാക്കണമെന്നല്ല. ഭൂതകാലം വിളമ്പാതെ സഞ്ജനയുടെ മമ്മി എന്ന ലേബലിൽ നന്ദന വർമ്മ എന്ന പേരിൽ വന്നാ മതി. ഇത്രയൊക്കെ വേണോ മോളെ? വേണം. ഞാൻ സന്തോഷത്തോടെ ജീവിച്ച് കാണാനാ മമ്മി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വേണം. അപ്പോ മോള് മമ്മിക്ക് കൊടുത്ത വാക്ക് പാലിക്കപ്പെടില്ലേ? മമ്മി ഇത് അംഗീകരിച്ചു തരാനും തയ്യാറാവില്ല. എങ്കിലെല്ലാം അവസാനിപ്പിച്ച് മമ്മിയെ ഞാൻ ഇവിടുന്ന് മടക്കി അയക്കുക തന്നെ ചെയ്യും. എന്റെ ഡാഡി വീണു പോയിട്ടേ ഉള്ളൂ, മരിച്ചു പോയിട്ടില്ല. മല്ലികാന്റി മമ്മിയോടത് പറഞ്ഞേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ഭൂമിയിൽ എന്നേക്കാൾ നിന്നെ കൂടുതൽ അറിയുന്ന ആർക്കാ? പലപ്പോഴും നിന്നെ ഓർക്കുമ്പോ അമ്പരപ്പ എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഞാൻ പച്ചയായ ഒരു മനുഷ്യനായി പോയതുകൊണ്ടാവാം എന്റെ മനസ്സിൽ സ്വാതി ഒരു വിഗ്രഹമായി നിലകൊള്ളുന്നത്. നിന്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല. താലി കെട്ടിയ പുരുഷനെ നീ മറ്റൊരു കണ്ണിൽ കാണുന്നു. ലക്ഷ്മി, ഒരിക്കലും നിന്നെ അറിയാൻ എനിക്ക് കഴിയാതെ പോകുന്നല്ലോ. ഇങ്ങനൊരു മനസ്സ് നിനക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്കത് അറിയണമെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത മറ്റുള്ളവരുടെ പഴിയും ശകാരവും കേട്ട് വളർന്ന ഒരു കുട്ടിയെ അറിയണം. സങ്കടങ്ങളൊക്കെയും ദൈവത്തിൽ അർപ്പിച്ച് ജീവിച്ച ഒരു പാവം പെണ്ണിനെ അറിയണം. അവൾക്ക് കിട്ടുന്ന കൈത്താങ്ങ് ദൈവം തന്നാണെന്ന് വിശ്വസിക്കാനുള്ള മനസ്സ് അവൾക്ക് മാത്രമേ ഉണ്ടാവൂ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ സ്വാർത്ഥത മനസ്സിലുണ്ടാവില്ല. സ്നേഹത്തിനൊരു മുഖമേ ഉണ്ടാവൂ. ആ വികാരം നിങ്ങൾക്കറിയില്ല. നിങ്ങൾ എന്നെ മരണത്തിൽ നിന്ന് കരകയറ്റി ഞാനീ താലി അണിയുന്നതിലൂടെ എനിക്ക് ജീവൻ തന്ന മനുഷ്യനോട് പ്രത്യുപകാരം ചെയ്യാം. നിങ്ങളത് വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പരാതിയില്ല. ദാമ്പത്യത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് ദൈവം എന്നെയും നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യ. അത് ഞാൻ പാലിക്കുന്നു. എനിക്കിത് ഈശ്വര നിയോഗ. നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നത് എന്റെ തെറ്റല്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? നിങ്ങളുടെ ചിന്തകൾ വഴിവിട്ടു പോകാതിരിക്കാൻ ഞാൻ ദൈവത്തെ സാക്ഷിയാക്കി സംസാരിച്ചല്ലേ പറ്റൂ. ഞാൻ നിർത്തി. ചേച്ചിയുടെ മനസ്സ് ഒരിക്കലും വ്യതിചലിച്ചു പോകുന്നതല്ല. എന്നിട്ടും ചേച്ചി മറ്റൊരു വഴിക്ക് ചിന്തിച്ചു പോയി. അതിന് എനിക്കും നിങ്ങൾക്കും പാളിച്ചു പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ചകളോ സംസാരമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോ എന്റെ വേദന ഞാൻ ആരോട് പറയും? വേദനിച്ചിട്ട് ചേച്ചിയുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്നതാ വഞ്ചന. സങ്കടം വന്ന ചേച്ചിയോട് പങ്കിടണം, സന്തോഷവും അതുപോലെ. ചേച്ചിയുടെ മുന്നിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരാള് കരയുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ആർക്കാ കഴിയാത്തത്? ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. ശരിയാ, ഇനി അതുണ്ടാവില്ല. എല്ലാം ഞാൻ അവളോട് ഷെയർ ചെയ്യും. എന്റെ ഉൾക്കണ്ട മുഴുവനും കവിത ചേച്ചി ഓർത്തു മാത്രം. കവിത ചേച്ചി മുന്നിൽ വന്ന എന്റെ ജീവൻ പോകുന്ന അവസ്ഥ. അപ്പച്ചി ഒരു തെളിവിനായി പല വഴികളിലൂടെ സഞ്ചരിച്ച് ഡിറ്റക്റ്റീവിന്റെ അടുത്തെത്തി. പക്ഷേ ഞാൻ കരുതിയ പോലൊരു മനുഷ്യനല്ല അയാള്. അപ്പച്ചി അയാളെ കണ്ട ശേഷം എന്നെ അയാൾ വിളിച്ചിരുന്നു. വലിയ തുക ഓഫർ ചെയ്തിട്ടും അയാൾ നമ്മുടെ വെഡിങ് കാർഡ് കൈമാറിയില്ല. സത്യമാണോ നിങ്ങളീ പറയുന്നത്? അതെ, അയാളത് ചെയ്യാത്തത് എന്നെ ഓർത്തല്ല, നിനക്ക് നിന്റെ നാട്ടിലുള്ള വിലയോർത്ത.
ഒരു നാട് മുഴുവൻ നിന്നെ സ്നേഹിക്കുമ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കി നിന്നെ മരണത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ മനസാക്ഷിയുള്ള ആർക്കും കഴിയില്ല ലക്ഷ്മി. അയാള് തോറ്റുപോയത് പെരുവണ്ണാപുരത്തെ ലച്ചുവിന്റെ മുമ്പിലാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ശബ്ദം പോലെയോ? എന്റെ പോലത്തെ ശബ്ദത്തിൽ ആരോ പാടിയെന്നോ? ഏത് പാട്ടാ? എനിക്കൊന്ന് അയച്ചു തരുമോ? ശ്യാമ പാടുന്നതിനേക്കാൾ ഒരല്പം കൂടി ബെറ്റർ ആയിട്ടുണ്ട്. എനിക്കും മോൾക്കും ഒരു സംശയമുണ്ട്. എന്ത് സംശയമാണ് മാഡം? സത്യം പറയണം, ഈ പാട്ട് ശ്യാമയല്ലേ പാടിയിരിക്കുന്നത്? എന്താ മാഡം, എന്താ പറഞ്ഞത്? ശ്യാമയുടെ അതേ ശബ്ദം. ഇതിപ്പോ ശ്യാമ പാടിയതാണോ എന്നൊരു സംശയം. അയ്യോ, പാടിയതാണെന്നോ? ഹേ, ഒന്നാമതേ എനിക്ക് പാട്ടില് താല്പര്യമില്ല. പിന്നെ വിസ്മയ്ക്ക് വേണ്ടി പാടുന്ന പ്രശ്നങ്ങൾ ആവോളം ഉണ്ടല്ലോ. സത്യം പറയാം മാഡം, പാട്ടൊന്ന് കേട്ടാലേ എനിക്ക് പേടിയാ. പിന്നെ അതാരാണ് ഈ കൃഷ്ണ തുളസി? ഞങ്ങൾ പലരോടും അന്വേഷിച്ചു. അങ്ങനെ ഒരു പാട്ടുകാരിയെ കുറിച്ച് ആർക്കും അറിയില്ല. ആരാണാവോ ഈ കൃഷ്ണ തുളസി? കേട്ടിട്ട് എനിക്കും ടെൻഷനാവുന്നു. ആ കൃഷ്ണ തുളസി ഞങ്ങൾക്ക് ഭീഷണിയാ, അതുപോലെ നിനക്കും ഭീഷണിയാ. നോക്ക് ശ്യാമേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കണം. അത് മാഡം ഞാൻ പറയുന്നത് നമുക്കതങ്ങ് വിട്ടുകളയാമെന്നാ. വിട്ടുകളയാനോ? ഇത് ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാ. എന്ത് സംഭവിച്ചാലും ശരി, ഇത് വിട്ടുകളയുന്ന പ്രശ്നമേ ഇല്ല. കണ്ടുപിടിക്കും ആരാണ് കൃഷ്ണ തുളസി, എന്തിനാണ് അവള് ഫോട്ടോ ഒന്നും വെക്കാതെ സോഷ്യൽ മീഡിയയിൽ പാടുന്നത്, ഒക്കെ കണ്ടുപിടിക്കണം. മാഡം, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൃഷ്ണ തുളസിയുടെ പാട്ട് നല്ലതാണെന്നാണോ മാഡം പറയുന്നത്? വളരെ ഗംഭീരം. കേട്ടാൽ നമ്മൾ ലയിച്ചിരുന്നു പോവും. ഉണ്ണാനും ഉറങ്ങാനും മറന്നു പോവെന്ന് പറയില്ലേ, അതുപോലെ പാടാൻ വേണ്ടി ജനിച്ചവളാ ഈ കൃഷ്ണ തുളസി. താങ്ക് യു മാഡം, താങ്ക് യു. എന്താ നീ എന്തിനാ ഇപ്പൊ താങ്ക് യു പറഞ്ഞത്? അല്ല, അതല്ല മാഡം. മാഡം ആദ്യമായിട്ടല്ലേ ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നേ, അതിന്റെ ഒരു സന്തോഷത്തിനാ. ശ്യാമേ, ഇത് നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കൃഷ്ണ തുളസി എന്ന് പറഞ്ഞ് പുതിയൊരു ഗായിക വന്ന വിസ്മയ പുറത്താ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ നിനക്കൊരു ഓഫർ തരട്ടെ? എന്താ മാഡം? കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കാൻ നീയും ശ്രമിക്കുക. കൃഷ്ണ തുളസിയെ കണ്ടുപിടിച്ച് ഞാനുമായി ഒരു കരാറിലെത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നീയുമായുള്ള കരാറ് ബ്രേക്ക് ചെയ്യാം. വാങ്ങിയ കാശും നിങ്ങൾ തിരികെ തരണ്ട. മാഡം, എനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് മാഡം ഈ പറയുന്നത്. ഞാൻ ശ്രമിച്ചു നോക്കാം. കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ ജയേഷ്. എടാ ജയേഷ്, എന്നെ കണ്ടിട്ട് എത്ര കാലമായി? നീ ഇവിടെ ചാർജ് എടുത്തോ? കൈയെടുക്ക്. ജയേഷ്, കൈയെടുക്കാൻ. കേട്ടാ, ഇവനെന്താ പറ്റി? കൈ വൃത്തിയാവട്ടെ. ഏട്ടനെന്തിനാ
തൊടാൻ പാടില്ലാത്തടത്തൊക്കെ തൊടാൻ പോയത്? അഖിലേ ദാ ഓവർ സ്മാർട്ട് കളിക്കല്ലേ. എന്താ ജയേഷേ, നമ്മളൊന്നുമില്ലെങ്കിലും ഒരു കുടുംബമല്ലേ? ആ ഒരു സ്നേഹത്തിന്റെ പുറത്താ ഏട്ടന്റെ തോളത്ത് കൈവച്ചത്. അങ്ങനെ ആരും എന്നെ സ്നേഹിക്കണ്ട. നമ്മളെ ഒറ്റ കുടുംബം അല്ല, 2 കുടുംബമാ. ആയിക്കോട്ടെ സാറേ, ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ തർക്കിക്കുന്നേ? ജയേഷിന്റെ അച്ഛൻ എന്തുകൊണ്ട് ആ കമ്പനിയിൽ പാർട്ണർഷിപ്പ് കൊടുക്കാത്തതെന്ന് നമുക്ക് 2 കൂട്ടർക്കും വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്നോടുള്ള ദേഷ്യം. കോളേജില് ജയേഷ് എന്നെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടും നടന്നില്ല. അതിന് ഞാനെന്ത് ചെയ്യാനാ? മുമ്പ് തോറ്റതിനൊക്കെ പകരമായി ഇനി അങ്ങോട്ട് ജയിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ യൂണിഫോമിന്റെ ബലത്തിലായിരിക്കും ജയേഷ് ഇത് പറയുന്നത്. ജയേഷ് ജയിക്കാൻ ശ്രമിച്ചോളൂ, പക്ഷേ തോൽക്കാതിരിക്കാൻ ഞങ്ങളും ശ്രമിക്കാം. ഞങ്ങൾ 3 പേരും ഒറ്റക്കെട്ടാം. എന്നും എപ്പോഴും അതങ്ങനെ തന്നെ ആയിരിക്കും. ദേ, ഞങ്ങളിൽ ഒരാളെ വേദനിപ്പിച്ചാ അത് 3 പേർക്ക് നോവും. ഓ, തിരിച്ചങ്ങോട്ടുള്ള പ്രതികരണം ജയേഷ് പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. ഓഹോ, പഴയ ശത്രുതയൊക്കെ കളഞ്ഞേക്ക് ജയേഷേ. നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. എന്താടാ നിനക്കൊക്കെ പേടിയൊന്നും തുടങ്ങിയോ? പേടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട ജയേഷേ. നിങ്ങൾക്ക് വേണ്ടായിരിക്കും, പക്ഷേ എനിക്ക് വേണം. അതിനൊക്കെ വേണ്ടി തന്നെയാ ഈ സ്റ്റേഷൻ ഞാൻ ചോദിച്ചു വാങ്ങിച്ചത്. നിന്റെ 3ാം കല്യാണം നടക്കാൻ പോകണമെന്നറിഞ്ഞു. ഒരാശംസ പറഞ്ഞു കളയെന്ന് കരുതിയിട്ടാ ഞാനിവിടെ നിർത്തിയത്. ഏട്ടാ, ഈ പറഞ്ഞതില് ഒരു ഭീഷണിയുടെ സ്വരമില്ലേ? ചെറുതായിട്ട്. അഖിലേ, എന്നാടാ നിന്റെ കല്യാണം? 15-ാം തീയതി. ആ, 15-ാം തീയതി. അതിന് ഹണിമൂണിന് അവിടെ പോകണമെന്നാ ഞങ്ങൾ ആലോചിച്ചിരുന്നത്. ഹണിമൂണിനായിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് അയക്കാം. കാത്തിരുന്നോ. ജയേഷേ, ഒരു മിനിറ്റ്. പരലോകത്തേക്ക് അയക്കുമെന്നാണോ ജയേഷ് ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് ആദ്യം പോകുന്നത് ജയേഷ് ആയിരിക്കും. നമുക്ക് കാണാം. കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൊലപാതകികളോ? അതെ, അവരെ കൊന്നു. നമ്മൾ ദൈവത്തെ പോലെ കരുതുന്ന നമ്മുടെ ഈശ്വരി അമ്മയെ അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. നീ വെറുതെ അരുതാത്തത് പറയരുതേ. കേട്ട് കേൾവികൾ ഒരിക്കലും സത്യമാവില്ല. ഇത് കേട്ട അമ്മ വിശ്വസിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത് അങ്ങാടിയിൽ നിന്നുള്ള കേട്ടുകേൾവി അല്ല അമ്മേ. ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നേരിട്ടുള്ള കേട്ടുകേൾവിയാ. അത് പറഞ്ഞത് ആ മേഘനാഥനും അയാളുടെ അമ്മയും തന്നെയാ. രാധ ഇവിടുന്ന് പോകരുത്. പോയാൽ അവള് മനസ്സിലാക്കും ഈശ്വരിയമ്മയെ ഞാൻ കൊല ചെയ്തു എന്ന്. എന്റെ തൃപ്പങ്ങോട്ട് ദേവീദേവന്മാരെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? പരമമായ സത്യം. അവരുടെ രണ്ടാളുടെ ഉദ്ദേശം പ്രതികാരമാണ്. നേരിട്ടുള്ള യുദ്ധമല്ല, പിന്നിൽ നിന്നുള്ള ചതിപ്രയോഗം. അതുകൊണ്ടാ അമ്മയ്ക്കിപ്പോ വിഷം തന്ന് കൊല്ലാൻ നോക്കുന്നതും. അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കണം.
ഏയ് വേണ്ട. ഞാനിപ്പോ വിശ്വസിക്കുന്നു. എനിക്ക് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ ഇനി നിങ്ങളുടെ ഊഴവാ. അവർക്ക് വേണ്ടത് എന്റെ കുഞ്ഞിനെ മാത്രമാ. ഞാൻ അവനെ അവർക്ക് കൊടുക്കില്ല. നിങ്ങളെയും സൗഭാഗ്യം ദർശനയും വിളിക്കാൻ നമുക്ക് ഉടൻ തന്നെ ഇവിടുന്ന് പോണം. ഉടൻ പോ. ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം സച്ചിദാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം മേഘനാഥ, അതെ, നിന്റെ ഈ ആനന്ദവും പരമാനന്ദവും ഒക്കെ മതി. സമയം കുറച്ചായല്ലോ. സുഭദ്രയുടെ കാര്യം എന്തായി എന്ന് പോയി നോക്കട്ടെ. അവിടെ എല്ലാം അവസാനിച്ച് കാണും അമ്മ. അമ്മയുടെ കാലങ്ങളായുള്ള കാത്തിരിപ്പല്ലേ അവളുടെ അവസാന ഉറക്കം. അമ്മ തന്നെ പോയി ആദ്യം കണ്ടിട്ട് വാ. അപ്പോഴേക്ക് ഞാൻ ആലോചിക്കട്ടെ ഭാവി പരിപാടി എന്ത് വേണോന്ന്. ആ നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു. സുഭദ്രയുടെ ആ കാഴ്ച എനിക്ക് തന്നെ ആദ്യം കാണണം. എന്നിട്ട് വേണം അവളുടെ കഴുത്തിൽ നിന്നും നീ കെട്ടിയ താലിമാല എനിക്ക് പൊട്ടിച്ചെടുക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.